സംസ്ഥാനത്തും റെയിൽ ഗതാഗതത്തിന് കവച് സുരക്ഷ വരുന്നു. ആദ്യഘട്ടത്തിൽ ഷൊർണൂർ എറണാകുളം സെക്ഷനിലാണ് കവച് സംവിധാനം നിലവിൽ വരുന്നത്. 106 കിലോമീറ്ററുള്ള ഷൊർണൂർ എറണാകുളം സെക്ഷനിൽ പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ മറ്റ് റൂട്ടുകളിലും ഉടൻ തന്നെ കവച് സംവിധാനം സ്ഥാപിക്കും. എന്താണ് ഇന്ത്യൻ റെയിൽവേയുടെ കവച് സംവിധാനം എന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നും അറിയേണ്ടേ? അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഇന്ത്യയിൽ പലപ്പോഴും ട്രെയിൻ അപകടങ്ങൾ നടക്കുന്നത് ഒരേ റെയിൽപാതയിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ്. സിഗ്നലിങ്ങിലെ പിഴവാണ് ഇതിന് കാരണമായി പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. സിഗ്നലിങ്ങിൽ പിഴവ് സംഭവിച്ചാലും ഒരേ ട്രാക്കിൽ വരുന്ന രണ്ട് ട്രെയിനുകൾ പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന സാങ്കേതിക സംവിധാനമാണ് കവച്. ഇതൊരു ട്രെയിൻ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം ആണ്. 2011-2012 ഇന്ത്യൻ റെയിൽവേയിൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായി ട്രെയിൻ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം അഥവാ TCAS കൊണ്ടുവരുന്നത്. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് ഈ സംവിധാനത്തെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാർ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം കവച് എന്ന പേരിൽ പുനർനാമകരണം ചെയ്തു. റേഡിയോ ഫ്രീക്വൻസി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കവച് ലോക്കോ പൈലറ്റുമാർക്ക് സിഗ്നൽ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകും. ചുവന്ന സിഗ്നൽ തെറ്റായി മറികടന്നാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിച്ച് ട്രെയിൻ നിൽക്കുകയും ചെയ്യും. കവച് പ്രവർത്തന രീതിയിൽ പറയുന്ന പ്രധാന ഗുണങ്ങളിലൊന്ന്, സിഗ്നൽ ശ്രദ്ധിക്കാതെ ട്രെയിൻ മുന്നോട്ട് പോകുകയോ മറ്റോ ചെയ്താൽ അപ്പോൾ തന്നെ ലോക്കോ പൈലറ്റിന് വിവരം ലഭിക്കുകയും മുൻകരുതലെടുക്കാൻ സമയം ലഭിക്കുകയും ചെയ്യും എന്നതാണ്. ഒരേ ട്രാക്കിൽ തന്നെ എതിർദിശയിലോ പിന്നിലായോ രണ്ട് ട്രെയിനുകൾ വരുന്നതും കവച് വഴി അറിയാൻ സാധിക്കും. അപകടം മുന്നിൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബ്രേക്കിംഗ് സംവിധാനം പ്രവർത്തിക്കും എന്നതാണ് കവചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരേ റെയിൽപാതയിൽ രണ്ടു ട്രെയിനുകൾ വരികയും അപകടത്തിൻ്റെ സാധ്യത മനസ്സിലാകുന്നതോടെ ലോക്കോ പൈലറ്റിന് സിഗ്നൽ ലഭിക്കുകയും ചെയ്യും. സിഗ്നൽ ലഭിക്കുന്നതോടെ ട്രെയിനിൻ്റെ വേഗം നിയന്ത്രിക്കാൻ ലോക്കോ പൈലറ്റ് ശ്രമിക്കും. ഈ അവസരത്തിൽ ലോക്കോ പൈലറ്റിന് ബ്രേക്കിംഗ് സാധ്യമാകാതെ വരുന്ന അവസ്ഥയിലും നിശ്ചിത ദൂരപരിധിയിൽ വെച്ച് ട്രെയിനിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കും. റേഡിയോ ടെക്നോളജി, GPS സംവിധാനം വഴിയാണ് ഓട്ടോ ബ്രേക്കിംഗ് അടക്കമുള്ള കവചിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവചിൻ്റെ 3.2 പതിപ്പിൽ ഇപ്പോൾ റെയിൽവേ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തിരക്കുള്ള പല റൂട്ടുകളിലും കവചിൻ്റെ 3.2 പതിപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഇനിയുള്ള തിരക്കുള്ള പല റൂട്ടുകളിലും കവചിൻ്റെ 4.0 എന്ന പുതിയ കാര്യക്ഷമമായ പതിപ്പാകും ഉപയോഗിക്കുകയെന്ന് റെയിൽവേ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 3 കമ്പനികളാണ് കവച് 4.0 തയ്യാറാക്കുന്നത്. ഈ കമ്പനികൾ കവച് 4.0യുടെ പരീക്ഷണ റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഉടൻ തന്നെ കവച് 4.0 നടപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്തെ 68,000 കിലോമീറ്റർ ട്രാക്ക് ശൃംഖലയിൽ 1,465 കിലോമീറ്ററിൽ ഇപ്പോൾ ഈ സംവിധാനമുണ്ട്. 3,000 കിലോമീറ്ററിൽ സ്ഥാപിക്കാനുള്ള ജോലികൾ നടന്നുവരുന്നു. ഇതിനു പുറമെയാണ് പുതിയ കരാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് സിഗ്നലിംഗുള്ള റൂട്ടുകളിൽ കവച് നിർബന്ധമാണ്.